പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. സുഹൃത്തുക്കളുടെ കൂടെയുള്ള കറക്കമെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഫോണിൽ റീന ചേച്ചിയുടെ ഒരു മിസ്ഡ് കോൾ കിടക്കുന്നത് കണ്ടത്. ഞാൻ തിരിച്ചു വിളിച്ചു. ഹലോ, എന്താ ചേച്ചി വിളിച്ചത്? ഞാൻ പുറത്തു വരെ പോയിരുന്നു. ആ ജയക്കുട്ടാ, നീ എവിടെയാ ഉള്ളത്? റീന ചേച്ചി തിരക്കി. ഞാൻ ഹോസ്റ്റലിലുണ്ടല്ലോ. നീ നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല ചേച്ചി, എന്താ? എടാ, അനീസക്ക ഇന്ന് രാവിലെ ഡൽഹിയിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിനെ കണ്ടു പോയിരുന്നു. ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിൽ തിരിച്ചു വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്നെ വിളിച്ചു പറയുക, ഇക്കയുടെ കൂടെ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാൾക്ക് കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ക്വാറന്റൈനിൽ കഴിയാതെ ഇങ്ങോട്ട് എത്താൻ കഴിയില്ലെന്ന്. എന്തോ ചെയ്യാനാ? അയ്യോ, അവിടെ ലോക്കായോ? അതേടാ, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പോരാത്തതിന് നാളെ മുതൽ ലോക്ക്ഡൌൺ തുടങ്ങുകയല്ലേ? ആ അതെ ചേച്ചി, നാളെ മുതൽ ലോക്ക്ഡൌൺ ആണ്. ഇക്ക നിന്നെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു സഹായത്തിന് നീ മാത്രമല്ലേ ഉള്ളൂ. ഇക്ക വരുന്നതുവരെ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? എന്റെ മനസ്സിൽ ലഡു പൊട്ടി. അതിനെന്താ ചേച്ചി, ഞാൻ നാട്ടിലൊന്നും പോകുന്നില്ലല്ലോ. ഇവിടെയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എല്ലാം നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ ഉടനെ അങ്ങ് എത്താം. ഓക്കേടാ, വരുമ്പോൾ നീയേ ഡ്രസ്സെല്ലാം കരുതിയേക്ക് കേട്ടോ. ശരി ചേച്ചി. ഫോൺ കട്ട് ചെയ്തതും ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ജയക്കുട്ടൻ. പോളിടെക്നിക്കിൽ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ചെന്നൈയിലാണ് ഞാൻ പഠിക്കുന്നത്. റീന ചേച്ചി എന്റെ കസിൻ സിസ്റ്ററാണ്. അവൾ ചെന്നൈയിൽ തന്നെയുള്ള ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവളുടെ ഭർത്താവാണ് അനീസ്. ഒരു പേരുകേട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അവരുടേതൊരു ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രണയമായിരുന്നു അവരുടേത്. അവസാനം വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന്റെ തലേന്ന് റീന ചേച്ചി അനീസിക്കാന്റെ കൂടെ ഒളിച്ചോടി. അതിനുശേഷം വീട്ടുകാർ അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു. ആരും തന്നെ അവളുമായി കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. അനീസിന്റെ വീട്ടിൽ പിന്നീട് പ്രശ്നങ്ങൾ സോൾവായി അവരെ തിരിച്ചു വിളിച്ചു. ഞാനുമായി റീന ചേച്ചിക്ക് ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് ആർക്കും അറിയുമായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞാണ് എനിക്ക് ചെന്നൈയിൽ പോളിടെക്നിക്കിന് സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അവർ അവിടെ സെറ്റിൽഡ് ആണ്. അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു. ഞാൻ ചെന്നൈയിൽ താമസിച്ചു തുടങ്ങിയതിന് ശേഷം റീന ചേച്ചി ഞാനുമായി കോണ്ടാക്ട് ചെയ്തു. ഹോസ്റ്റലിൽ അവർ 2 പേരും എന്നെ കാണാൻ വന്നു. റീന ചേച്ചി മുമ്പ് കണ്ടതിനേക്കാൾ ഒരുപാട് മാറിയിരിക്കുന്നു. സംസാരത്തിൽ തന്നെ ഒരുപാട് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേഷത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അല്പം മോഡേൺ ഡ്രസ്സുകളാണ് ചേച്ചി ഇപ്പോൾ ധരിക്കാറ്. എന്നെ ആദ്യമായി കാണാൻ വന്ന ദിവസം ഒരു ബ്ലൂ ജീൻസും വെള്ള ടീഷർട്ടുമായിരുന്നു ചേച്ചിയുടെ വേഷം. സത്യം പറഞ്ഞ അത് കണ്ട് എന്റെ കണ്ണ് തള്ളിപ്പോയെന്ന് പറയാം. റീന ചേച്ചിയുടെ ശരീരം മുമ്പ് കണ്ടതിനേക്കാൾ നല്ല രീതിയിൽ കൊഴുത്ത് ഉരുണ്ട് സുന്ദരിയായിട്ടുണ്ട്. പിന്നീട് അവധി ദിവസങ്ങൾ ചേച്ചി എന്നെ അവരുടെ വില്ലയിലേക്ക് വിളിക്കും. എന്നിട്ട് എന്നെ സൽക്കരിക്കും. അവരുമായി കുറെ സംസാരിച്ചൊക്കെ ഇരിക്കും ഞാൻ. ഇടയ്ക്കൊക്കെ റീന ചേച്ചിയും അനീസൊക്കെ ഔട്ടിങ്ങിന് പോകുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ അവരുടെ കൂടെ ചുമ്മാ അതൊക്കെ കറങ്ങും. കൂടാതെ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമയ്ക്ക് പോകും. ഇപ്പോൾ ചേച്ചിയുടെ സ്വന്തം വീട്ടുകാരനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ ഒരു സ്നേഹവും ലാളനയും അവർക്ക് 2 പേർക്കും എന്നോടുണ്ട്. ലോക്ക്ഡൌണിൽ ഒറ്റയ്ക്കായ റീന ചേച്ചിയെ സഹായിക്കാൻ ഞാൻ അവരുടെ വില്ലയിലെത്തി. 2 ബെഡ്റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും അടങ്ങിയ ഒരു കൊച്ചു വില്ല. ഒരു ബെഡ്റൂം എനിക്ക് തന്നു. അങ്ങനെ എൻ്റെ അവിടുത്തെ ദിനങ്ങൾ ആരംഭിച്ചു. ചേച്ചി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഞാനുമായി ഒരുപാട് സംസാരിച്ചിരിക്കും. റീന ചേച്ചി വീട്ടിൽ മിക്കവാറും ഇറുകിയ നൈറ്റി ആയിരിക്കും വേഷം. അവളുടെ ശരീരത്തിലേക്ക് നോക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ മിസ് ചെയ്യില്ലായിരുന്നു. റീന ചേച്ചി എൻ്റെ മനസ്സിലെ ഒരു റാണിയായിരുന്നു എന്ന് വേണം പറയാൻ. അവളുമായി ഒന്ന് ചേരാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു. ചേച്ചിയുടെ ഓഫീസ് വർക്കെല്ലാം ഓൺലൈനായി ലാപ്ടോപ്പിലാണ് ചെയ്യാറുള്ളത്. പകൽ സമയം കൂടുതലും വർക്കിലാകും. എനിക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. പക്ഷേ ക്ലാസ് ആര് ശ്രദ്ധിക്കാൻ? ഫോണിൽ കളിച്ച് സമയം തള്ളി നീക്കും ഞാൻ. രാത്രികളിൽ മിക്ക ദിവസങ്ങളിൽ ഞാനും ചേച്ചി ഒരുമിച്ചിരുന്ന് ഡൈനിങ് ഹാളിലിരുന്ന് TV-യിൽ സിനിമ കാണും. ഇടയ്ക്ക് സിനിമയൊക്കെ ഫോണിൽ കയറ്റി ചേച്ചി റൂമിലിരുന്ന് കാണും. അതുപോലെ തന്നെ ചേച്ചി എൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ ഗെയിം കളിക്കും. കൂടുതലും ഫോണിൽ ലൂഡോ ബോർഡ് കളിക്കും. ചിലപ്പോൾ ചെസ്സ് കളിക്കും. ചെസ്സിൽ എനിക്ക് താല്പര്യം കുറവായിരുന്നു.
കാരണം അതിൽ ഞാൻ എപ്പോഴും തോൽക്കാറാണ് പതിവ്. ലൂഡോ ബോർഡ് കളിക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെയാണ്. അത് കളിക്കുമ്പോൾ ചിലപ്പോൾ വാശിയാകും, ബെറ്റ് വെക്കാനൊക്കെ തുടങ്ങി. ചിലപ്പോൾ പൈസയ്ക്ക്, ചിലപ്പോൾ ജയിച്ചവർ പറയുന്നത് തോറ്റവർ കേൾക്കുക. ചേച്ചി ജയിച്ചാൽ എനിക്ക് വീട്ടുജോലികൾ തരും. നിലമടിച്ചു വാരുക, കുക്കിങ്, ബാത്റൂം കഴുകുക, അങ്ങനെ പലതും. ഞാൻ ജയിച്ചാൽ അവൾക്കും ജോലി കൊടുക്കും. എന്റെ വസ്ത്രങ്ങൾ അലക്കുക, എന്റെ പ്രൊജക്റ്റുകൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ. ഞങ്ങൾക്കിടയിലെ ദിവസങ്ങൾ വളരെ രസകരമായി തന്നെ കടന്നുപോയി. ഒരു ദിവസം പകൽ അവൾ ഒഴിഞ്ഞിരുന്നപ്പോൾ എന്നോട് സിനിമ ചോദിച്ചു. കയ്യിലുള്ള മലയാള സിനിമയെല്ലാം കണ്ടു തീർന്നിരിക്കുന്നു, ഇനി ഇംഗ്ലീഷ് സിനിമകളേ ഉള്ളൂ. അവൾ അതും വാങ്ങിപ്പോയി. രാത്രി ഞാൻ സോഫയിൽ ഗെയിം കളിച്ചു ഇരിക്കുന്നത് കണ്ടപ്പോൾ റീന എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, സിനിമയെല്ലാം കണ്ടു തീർന്നോ? 2 കണ്ടു. എങ്ങനുണ്ട്, രസമുണ്ടോ? എന്നാലും ഇത് എന്ത് സിനിമയാടാ, ഒന്നിനും ഒരു പരിധിയില്ലാതെ. ചേച്ചി ആശ്ചര്യത്തോടെ പറഞ്ഞു. ഇംഗ്ലീഷ് സിനിമ ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചേച്ചി. അവർക്ക് അങ്ങനെ ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ല. പിന്നെ അവരുടെ സിനിമകളിൽ ഒറിജിനാലിറ്റിക്കല്ലേ എപ്പോഴും പ്രാധാന്യം. ആ, അതൊക്കെ ശരിയാണ്. എന്നാലും ഈ തുണിയില്ലാത്ത രംഗങ്ങളെല്ലാം ഒരു മറയുമില്ലാതെ, മറ്റേ ഫിലിം പോലെ. ഇംഗ്ലീഷ് സിനിമയിൽ ഇതൊക്കെ പതിവാണ് ചേച്ചി. വെറുതെ അല്ല നീ എപ്പോഴും ഇംഗ്ലീഷും സിനിമ മാത്രം കാണുന്നത്, അല്ലേ എന്നും പറഞ്ഞ് എന്റെ കയ്യിൽ ഒരു പിച്ചും തന്നു. ഓ എന്റെ ചേച്ചി, അതൊക്കെ അതിലുണ്ടാവുന്നതാണ്. ചേച്ചി വേണമെങ്കിൽ കണ്ടാ പോരെ. നമ്മളെ ആരെങ്കിലും വിളിച്ചോ? എന്നെ കാണിച്ചു തന്നാൽ കാണാതിരിക്കാൻ പറ്റൂ? അതായിരുന്നു തുടക്കം. ആദ്യമായി അതിര് കടന്ന സംസാരം ഞങ്ങളുടെ സംഭാഷണത്തിന്റെ ഭാഗമായി. പിന്നീട് അങ്ങോട്ടൊരു ആവേശമായിരുന്നു. ആ സിനിമയെക്കുറിച്ചും അതിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ചും ഞങ്ങൾ പതിയെ പതിയെ സംസാരിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ സംസാരം കൂടിക്കൂടി വന്നു. അങ്ങനെ ചേച്ചി ഞാൻ കൊടുത്ത റൊമാൻസ് ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോ ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം എല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാലും വേറെ ഒന്നിലേക്കും അതിനെ മാറ്റാൻ എനിക്ക് ഒരവസരം വന്നില്ല. പല ചിത്രങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലെ രംഗങ്ങളെ കുറിച്ച് മനഃപൂർവ്വം ഞാൻ ചർച്ചയ്ക്കിടും. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ഞങ്ങൾ. ഒരു ദിവസം രാത്രി ഞങ്ങൾ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ എൻ്റെ +2 കാലത്തെ പ്രണയത്തെക്കുറിച്ച് ചേച്ചിയോട് സംസാരിച്ചു. ചേച്ചി എൻ്റെ ഇക്കയുമായി പ്രണയത്തിലായതും ഒളിച്ചോടിയതും കഥ പോലെ എന്നോട് പറഞ്ഞു തന്നു. എന്റെ കഥക്കിടയിൽ ഞാൻ വെറുതെ അല്പം ചൂടുള്ള ഫാക്ടേഴ്സ് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കാമുകിയുമൊത്ത് ഐസ്ക്രീം കഫേയിൽ കയറിയതും അവിടെ വെച്ച് നടന്ന ഒരു ഇല്ലാക്കഥയൊക്കെ അങ്ങ് തട്ടിവിട്ടു. അത് കേട്ടപ്പോൾ ചേച്ചിയുടെ ഉള്ളിൽ നിന്നും പല സ്റ്റോറികളും പുറത്തേക്ക് ചാടി. ചേച്ചി ഇക്കയും കൂടി ആരും അറിയാതെ ബൈക്കിൽ ട്രിപ്പടിച്ചതും കറങ്ങിയതും എല്ലാം തത്ത പറയുന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ചേച്ചി, അന്ന് ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് നിങ്ങൾക്കൊരു സ്വകാര്യ നിമിഷം കിട്ടിയില്ലേ? ഞാൻ വെറുതെ ചേച്ചിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലെന്ന്? അത് ഞങ്ങൾ മുതലാക്കിയിട്ടുമുണ്ട്. പക്ഷെ അത് നിന്നോടൊന്നും പറയാൻ പറ്റില്ല. അതെന്താ, പറ ചേച്ചി. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാതെ പറഞ്ഞില്ലേ ചേച്ചിയുടെ അടുത്ത്? ചേച്ചി പറഞ്ഞില്ലെങ്കിൽ ഫൗളാണ് കേട്ടോ. ആ ശരി ശരി, ഓക്കെ, ഞാൻ പറയാം. എനിക്ക് സന്തോഷമായി. അന്ന് ട്രിപ്പിനിടയിൽ ഞങ്ങൾ ഒരു വിജനമായ കുന്നൻ ചെരുവിൽ പോയി. അവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം എന്നിട്ട് കുന്തം അതും പറഞ്ഞ് എനിക്കൊരു നുള്ളു വന്നു. ബാക്കി പറയേച്ചി, ബാക്കി മോനങ്ങ് ഊഹിച്ചാൽ മതി കേട്ടോ. ഓ ശരി ശരി, ഞാൻ ഊഹിച്ചോളാമേ. അങ്ങേര് ചേച്ചി എന്തൊക്കെ ചെയ്തെന്ന്. അയ്യടാ, വീണ്ടും എനിക്കൊരു നുള്ളു കിട്ടി. അങ്ങനെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു. നേരം പോയത് അറിഞ്ഞില്ല. 12:30 കഴിഞ്ഞപ്പോഴാണ് പിന്നെ സംസാരം നിർത്തിയത്. ഞാൻ പോയി ഉറങ്ങാൻ കിടന്നു. സംസാരിച്ചത് ഓരോന്നായി ഞാൻ ഓർത്തുകൊണ്ടിരുന്നു. ചേച്ചിയുടെ കഥ കേട്ടിട്ട് തന്നെ എനിക്ക് വല്ലാതെ കോരിത്തരിക്കുന്നു. എന്നാലും ആ പഹയന്റെ ഒരു ഭാഗ്യമേ, അയാളാണ് ശരിക്കും ഭാഗ്യവാൻ. എനിക്ക് അങ്ങേരോട് ശരിക്കും അസൂയ തോന്നിപ്പോയി. ചേച്ചി എന്നോട് നല്ലോണം അടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കഥകൾ പറയുമ്പോൾ ചേച്ചിക്കുള്ളിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാം. ഓരോന്നങ്ങനെ ചിന്തിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു ദിവസം, ഒരു വ്യാഴാഴ്ച രാത്രി ഒരു 10 മണിയായപ്പോൾ ചേച്ചി എൻ്റെ റൂമിൽ വന്നു. ഞാൻ ബോറടിക്കുന്നു, സിനിമ വല്ലതും ഉണ്ടോ നിന്റെ കയ്യിൽ ഏതെങ്കിലും? ഉണ്ട് ചേച്ചി, പക്ഷെ എല്ലാം ഇംഗ്ലീഷ് ആണേ. ഓ അത് സാരമില്ല, നീ പെൻഡ്രൈവ് എടുത്ത് ഹാളിലേക്ക് വാ, നമുക്ക് TV കാണാം. ഒറ്റയ്ക്ക് കണ്ടാൽ ബോറടിക്കുമെടാ. അങ്ങനെ ഞാൻ ഫിലിം പെൻഡ്രൈവിലേക്ക് മാറ്റി താഴോക്ക് ചെന്നു. ഞാൻ പെൻഡ്രൈവ് കുത്തി സിനിമ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും ഒരു സോഫയിലാണ് ഇരിക്കുന്നത്. ഒരു പയ്യനും കുറച്ച് പ്രായമായ ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധവും അതിനെ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് സിനിമ.
ഞാൻ പലതവണ റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരു സിനിമയാണ്. അതിലെ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയെ ഒന്ന് പെതുക്കെ ഒന്ന് നോക്കി. ഇമ വെട്ടാതെ ആസ്വദിച്ചിരിക്കുകയാണ് ചേച്ചി. ചേച്ചിക്ക് നല്ല മൂടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ ചേച്ചിയുടെ അടുത്തോട്ടിരുന്നു. ചേച്ചി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ചേച്ചിയെ തൊടാൻ എന്തോ എനിക്കൊരു പേടി. എങ്ങനെ പ്രതികരിക്കും അതാലോചിച്ചിട്ടൊരു ടെൻഷൻ. ഞാനൊന്ന് സോഫയിൽ കിടന്ന് കണ്ടോട്ടെ, ഇരുന്നിട്ട് നടുവേദന എടുക്കുന്നു. ശരി ചേച്ചി, ചേച്ചി കിടന്നു, ഞാൻ ആ സോഫയിലോട്ട് മാറിയിരിക്കാം. അത് വേണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നു, എനിക്ക് കുറച്ച് സ്ഥലം മതിയല്ലോ. അങ്ങനെ ഞാനൊരു സൈഡിലേക്ക് മാറിയിരുന്നു. ചേച്ചി സോഫയിലേക്ക് കിടക്കാൻ നോക്കി. പക്ഷെ സോഫയിൽ അതിന് മാത്രം സ്ഥലമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചി എന്റെ മടിയിലേക്കാണ് തല വെച്ചത്. ബുദ്ധിമുട്ടുണ്ടോടാ? നിന്റെ മടി നല്ലൊരു തലയണയാണ്. ഓ, എന്ത് ബുദ്ധിമുട്ട് ചേച്ചി, ചേച്ചി കിടന്നോളൂ. ചേച്ചി ടി വിയിലോട്ട് നോക്കി അങ്ങനെ കിടന്നു. ചേച്ചിയുടെ ശ്വാസത്തിന്റെ സ്പീഡ് കൂടി വരുന്നത് പോലെ തോന്നി. കൂടെ ഒരു ഇളം ചൂടും. ഒരുപക്ഷെ എന്റെ മടി ഉയർന്നു നിൽക്കുന്നത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പതുക്കെ എന്റെ കൈയെടുത്ത് ചേച്ചിയുടെ തലയിൽ വെച്ചു. പതുക്കെ തലയിൽ തലോടാൻ തുടങ്ങി. ഓരോ മുടിയിഴകളിലൂടെയും എന്റെ വിരലുകൾ പരതി നടന്നു. ചേച്ചി ഒന്നും മിണ്ടിയില്ല. ടി വിയിലോട്ട് അങ്ങനെ കണ്ണു നട്ട് നോക്കിയിരുന്നു. അതെനിക്ക് കൂടുതൽ ധൈര്യം തന്നു. ഞാൻ എൻ്റെ കൈ പതുക്കെ ചേച്ചിയുടെ നെറ്റിയിലേക്ക് മാറ്റി. പതുക്കെ നെറ്റിയിലൊന്ന് തലോടി. ചേച്ചിയുടെ ശ്വാസത്തിന്റെ ചൂട് എൻ്റെ കൈകൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നെറ്റിയിലൊരു ഉമ്മ കൊടുത്താലോ എന്ന് തോന്നിപ്പോയി എനിക്ക്. ഞാൻ എൻ്റെ മുഖം പതുക്കെ നെറ്റിയോട് ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പെട്ടെന്ന് ചേച്ചി മടിയിൽ നിന്ന് മേളോട്ട് എഴുന്നേറ്റു. കിടന്ന് കണ്ടിട്ട് ശരിയാവുന്നില്ല, ഇനി ഇരുന്ന് തന്നെ കാണട്ടെ. ആകെ ഒരു നിരാശയായിരുന്നു എനിക്ക്. എങ്കിലും ഞാൻ വിട്ടില്ല. കുറച്ച് ധൈര്യം സംഭരിച്ച് ഞാൻ ചോദിച്ചു, ചേച്ചി കുറച്ചു നേരം ഇനി ഞാൻ ചേച്ചിയുടെ മടിയിൽ കിടക്കട്ടെ? പിന്നെന്താ, മോൻ കിടന്നോളൂ. അതും പറഞ്ഞ് ചേച്ചി സോഫയുടെ അറ്റത്തേക്ക് നീങ്ങിയിരുന്നു. ഞാൻ ചേച്ചിയുടെ മടിയിലോട്ട് തലയും വെച്ച് അങ്ങനെ കിടന്നു. ചേച്ചി എൻ്റെ തലയിൽ തലോടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ എല്ലാം പോയി തുടങ്ങിയിരിക്കുന്നു. ഞാൻ നേരെ തിരിഞ്ഞ് മുഖം വയറിലോട്ട് കൊള്ളും വിധം ചരിഞ്ഞു കിടന്നു. ചേച്ചി ഒന്നും പറഞ്ഞില്ല. ഞാൻ പതുക്കെ എൻ്റെ മുഖം വയറിലോട്ട് അമർത്തി വെച്ചു. പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ചേച്ചിയുടെ ശ്വാസത്തിന്റെ ചൂട് നല്ല രീതിയിൽ കൂടി വരുന്നു. അത്യാവശ്യം മൂടായി വന്നപ്പോഴേക്കും സിനിമ കഴിഞ്ഞു. ഞാൻ മടിയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. ചേച്ചി എഴുന്നേറ്റു. റൂമിലെത്തി കട്ടിലിലേക്ക് ഞാൻ ചാടിക്കിടന്നു. ആകെ ഒരു മരവിപ്പ്. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു, പക്ഷേയോ ഒന്നും നടന്നില്ല. പക്ഷെ ചേച്ചിയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് സത്യം. ചേച്ചി അതൊന്നും കണ്ട ഭാവം നടിച്ചില്ല. ഇനി ചിലപ്പോൾ സിനിമയിൽ ലയിച്ചു പോയത് കൊണ്ട് ഇതൊന്നും അറിയാത്തതാണോ? അങ്ങനെ ഓരോന്നാലോചിച്ച് കിടന്നുറങ്ങിപ്പോയി. അടുത്ത ദിവസം മുഴുവനും ചേച്ചി ലാപ്ടോപ്പുമായി ഇരുന്ന് ഓഫീസ് വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ കളിച്ചും സിനിമ കണ്ടും ഗെയിം കളിച്ചും സമയം തള്ളി നീക്കി. രാത്രി ഭക്ഷണത്തിന് ശേഷം ഏതായാലും സിനിമയുണ്ട്, പെൻഡ്രൈവിലാക്കി ഹാളിലേക്ക് വരണേ, ചുമ്മാ ഇരിക്കണ്ട, ബോറടിക്കുന്നു. റൂമിൽ കയറാതെ പകുതിയിൽ നിന്നുകൊണ്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പെൻഡ്രൈവ് എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. നല്ല കിടുക്കാച്ച സീനുകളുള്ള കുറച്ച് സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു ഞാൻ. സിനിമയൊക്കെ ഇന്നലെ തന്നെ കോപ്പി ചെയ്ത് വെച്ചിരുന്നു ചേച്ചി. പെൻഡ്രൈവും കണക്ട് ചെയ്തു. ഞാൻ ചേച്ചിയുടെ അടുത്ത് സോഫയിൽ പോയിരുന്നു. പെട്ടെന്ന് ചേച്ചി എണീറ്റ് വേറെ സോഫയിലേക്ക് മാറിയിരുന്നു. എനിക്കാണെങ്കിൽ ആകെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നു. ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ പുറപ്പെട്ടു. നീ എവിടെ പോവുകടാ? കാണുന്നില്ലേ? ഓ ഇല്ല ചേച്ചി, എന്തോ ഒരു സുഖമില്ലായ്മ. ഞാനൊന്ന് കിടക്കട്ടെ, ചേച്ചി ഇരുന്ന് കാണും. കാരണം എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ ഞാൻ റൂമിലെത്തി. ഞാൻ ഓരോന്നും ആലോചിച്ച് അങ്ങനെ കിടന്നു. എപ്പോഴോ സമയം ഏതാണ്ട് 12 മണിയൊക്കെ ആയി കാണും. ആരോ എൻ്റെ നെറ്റിയിൽ തലോടുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണു പതുക്കെ തുറന്നു. സീറോ ബൾബിന്റെ വെളിച്ചത്തിൽ ഞാൻ ആ മുഖം കണ്ടു. റീന ചേച്ചി എന്റെ കിടക്കയിൽ വന്നിരുന്ന് എന്റെ നെറ്റിയിൽ തലോടുന്നു. പാതി ഉറക്കത്തിൽ തന്നെ ഞാൻ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് ചേച്ചി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ എണീറ്റ് ചേച്ചിയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുൻപേ ചേച്ചിയും എൻ്റെ അടുത്ത് സഹകരിച്ചു. കുറെ കാലമായിട്ട് ഒന്നും നടക്കാത്തതിന്റെ കുറവ് ചേച്ചിക്ക് ഞാൻ നികത്തിക്കൊടുത്തു. ചേച്ചിയും അത് നല്ല രീതിയിൽ ആസ്വദിച്ച് പങ്കുചേർന്നു. നേരം വെളുത്തതുപോലും ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ല.